സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ. ബോളിവുഡിൽ ഏറെ ആരാധകരുള്ള സൂപ്പർ താരവും തെന്നിന്ത്യയുടെ ഹിറ്റ് മേക്കറും ഒന്നിക്കുന്ന സിനിമയായതിനാൽ വലിയ പ്രതീക്ഷയായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പ്രതികരണമായിരുന്നില്ല ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. ബോക്സ് ഓഫീസിലും കാര്യമായ ചലനമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴിതാ സിക്കന്ദറിന്റെയും മറ്റ് സമീപകാല ചിത്രങ്ങളുടെയും പരാജയത്തെക്കുറിച്ച് ആരാധകരുമായി സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തേടാനും ഫാൻസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് സൽമാൻ ഖാൻ. ഗാലക്സി അപ്പാർട്ട്മെന്റിലെ വീട്ടിലാണ് സൽമാൻ ഖാൻ ആരാധകരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നടന്റെ സമീപകാല ചിത്രങ്ങൾ തങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് ആരാധകർ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിരുന്നു. സിക്കന്ദറിനെ കുറിച്ച് ആരാധകരോടും സൽമാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ ചിത്രത്തിന്റെ മുന്നോട്ട് പോക്ക് നേരായ ദിശയിലല്ലെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും ഒരു വലിയ ചിത്രം ഇങ്ങനെയല്ല നിർമ്മിക്കപ്പെടേണ്ടതെന്നും സൽമാൻ പറഞ്ഞു. ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ചിത്രങ്ങൾ താൻ ഇനിയും ഉറപ്പായി ചെയ്യുമെന്നും സൽമാൻ ഖാൻ അവർക്ക് വാക്കുകൊടുത്തതായാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിന്റേതെന്നടക്കം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സിനിമയുടെ മ്യൂസിക്കിനും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. സന്തോഷ് നാരായണ നൽകിയ സിനിമയുടെ പശ്ചാത്തല സംഗീതം കഥയുമായി ചേർന്ന് പോകുന്നതല്ലെന്നും ഗാനങ്ങൾ നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം റിലീസിന് മുൻപ് തന്നെ സിനിമയുടെ വ്യാജപതിപ്പ് ഇറങ്ങിയതും സിക്കന്ദറിന് വിനയായിരുന്നു. തമിഴ് റോക്കേഴ്സ്, തമിഴ് MV എന്നീ വെബ്സൈറ്റുകൾക്കും പുറമെ ടെലഗ്രാം ആപ്പിലും വ്യാജപതിപ്പ് പ്രചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സൽമാൻ ഖാനോടൊപ്പം രശ്മിക മന്ദാന, സത്യരാജ്, ഷർമാൻ ജോഷി, പ്രതീക് ബബ്ബർ, കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ വമ്പൻ താരനിരയാണ് സിക്കന്ദറിൽ അണിനിരക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.